എല്ലാവർക്കും നമസ്കാരം. ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡറാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ ആ കസ്റ്റേർഡ് പൗഡർ വെച്ച് തന്നെ കസ്റ്റേർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം, നല്ല പൗഡറാക്കി പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചെടുക്കുകയാണ്. ഇതിന് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വെക്കട്ടെ. പഞ്ചസാര നല്ല പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ഞാൻ എന്തെങ്കിലും അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലൊരു ബൗളം വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലവർ, ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് യെല്ലോ കളർ ഫുഡ് പൗഡറാണ്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. 1/4 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ പൗഡർ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ റെഡി ആയിട്ട് വന്നിട്ട് ഇതൊരു കണ്ടെയ്നർ, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ കുറേ നാളിരിക്കും, നല്ലതായിട്ട് ഇരുന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കപ്പ് പാല് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഇത് ടൈറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മുടെ കസ്റ്റേർഡ് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടൊന്ന് ആറി കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. കസ്റ്റേർഡ് നല്ല ക്രീമി ടെക്സ്ചറിൽ തണുത്ത് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാൻ ആപ്പിളും പഴവുമാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിസ്തയും ബദാമും ആണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതിടാം. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ഇടാം. വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതിടാം. അപ്പം നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. കസ്റ്റേർഡ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് ജെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തോളുക. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കസ്റ്റേർഡ് പൗഡർ വെച്ച് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.